ഇന്ന് അത്താഴത്തിന് എന്ന് കരുതിയിട്ട് ഫുഡൊന്നും ഉണ്ടാക്കാത്തോണ്ടേ ഒക്കെ റെഡി ആയതിന് ശേഷം കേട്ടോ ഉമ്മ വന്ന് വിളിച്ചത്. അപ്പോഴാണ് എണീറ്റ് വരുന്നത്. അപ്പോൾ എണീറ്റ് വന്ന് മുഖമൊക്കെ കഴുകി വേഗം ഒരു കട്ടൻ ഒഴിച്ച് കണ്ടേ കുടിച്ചു. പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞത് ഇന്നലെ നോമ്പ് വിരുന്നതിനല്ലോ. അപ്പോൾ അതിനുണ്ടാക്കിയ ഫുഡൊക്കെ തന്നെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കഴിച്ചു. ചായയൊക്കെ കുടിച്ച് അവനവർക്ക് കുടിക്കാനുള്ള വെള്ളം എടുത്തിട്ടതാ ഞാൻ എനിക്കുള്ളതായിട്ട് ഡൈനിങ് ഹാൾക്ക് വന്നു. ഉപ്പ കുടിക്കാനുള്ളതായിട്ട് എടുത്ത് വന്നിട്ടുണ്ട്. അനിയത്തി പിന്നെ വന്നു. അങ്ങനെ ഓരോരുത്തർ അവനവർക്കുള്ള വെള്ളമായിട്ട് വന്ന് കുടിച്ച് അങ്ങനെ പോയി നിസ്കരിച്ചൊക്കെ കിടന്നു. വൈകുന്നേരം പിന്നെ കുറച്ച് ഉപ്പിട്ട നാരങ്ങ വെള്ളവും പിന്നെ കുറച്ച് വത്തക്ക വെള്ളവും ഒക്കെ ഉണ്ടാക്കിട്ടോ. ഇന്നലെ എനിക്ക് ഫുള്ള് റെസ്റ്റ് ചെയ്തു. ഞാൻ ഫുള്ള് എല്ലാവരും ഉണ്ടാക്കുന്നത് ഇങ്ങനെ നോക്കിയിരുന്നു. എൻ്റെ കയ്യിൽ ചെറുതായിട്ടൊരു പരിക്ക് പറ്റി ഗൈസ്. ഷോക്കേസിൻ്റെ ഡോറ് കുട്ടികൾ കളിച്ചപ്പോൾ ഒന്ന് അടച്ചതാ സ്പീഡിൽ. കൈ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ ചെറുതായിട്ടല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാനൊന്നും നിന്നിട്ടില്ല. എല്ലാവരും ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ ഇന്നതാ പിന്നെ ഈ അപ്പാട്ടോ, ഞങ്ങളിവിടെ കലക്കിപ്പാരി എന്ന് പറയും, കലക്കിപ്പാർന്ന അപ്പം എന്ന് പറയും. അങ്ങനെ പല ഭാഗത്തും പല പേരാണ്. ഇതും നല്ല തേങ്ങ അരച്ച മീൻ കറിയാണ്, നേരത്തെ കാണിച്ചില്ലേ. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ കുറച്ച് മുമ്പ് പൊക്കവടയും ഉരുളക്കിഴങ്ങ് ബജിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അനിയത്തി വത്തക്ക വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് അതൊക്കെ തന്നെ, പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യലും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് നേരം കുട്ടികൾ പുറത്ത് കളിക്കണതൊക്കെ വന്ന് അങ്ങനെ അവർ കളിക്കണമൊക്കെ നോക്കിയിരുന്നു. പിന്നെ സമയമായപ്പോൾ എല്ലാവരും അകത്ത് കയറിയൊക്കെ ടേബിളും എടുത്ത് വെച്ചിട്ട് ഒക്കെ ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ നോമ്പ് തുറന്നു.